ദിയ കൃഷ്ണ എന്ന ഓസിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നുണ്ട്. വളരെ ഇൻഡിപെൻഡന്റ് ആയി തന്റെ കാര്യങ്ങൾ ഓരോന്നും ഓസി ചെയ്യുന്നത് പലർക്കും ഇൻസ്പിറേഷൻ ആണ്. സ്വന്തമായി ഒരു ബിസിനസ് റൺ ചെയ്ത് ഒരു പെൺകുട്ടിയായിട്ടും തന്റെ വിവാഹ ചെലവുകളും അതിന്റെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് അതേസമയം ഇരു വീട്ടുകാരുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും നേടിയെടുത്ത് ഓരോ കാര്യങ്ങൾ ഓസി ചെയ്യുന്നതും പലർക്കും ഇൻസ്പയറിംഗ് ആണെന്ന് ഓസിയുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ ഓസിയുടെ 5ാം മാസ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വീഡിയോകളുമാണ് സംസാര വിഷയം. 2 ദിവസമായി നടന്ന ചടങ്ങിന്റെ വിശേഷങ്ങൾ ഇതിനോടകം ഓസിയും സിന്ധു കൃഷ്ണയും ഇഷാനിയും എല്ലാം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചടങ്ങിന്റെ മൊത്തം കാര്യങ്ങളും കോർത്തിണക്കി 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഓസി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ചടങ്ങിനെ കുറിച്ച് പലരും കമന്റിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നോട്ട് ചെയ്ത ഒരു അത്ഭുതമുണ്ട്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നാണ് എല്ലാവരുടെയും പക്ഷം. തന്റെ ജീവിതത്തിൽ എല്ലാം നല്ല കാര്യം നടക്കുമ്പോഴും മഴ പെയ്യാറുണ്ട് എന്ന് എപ്പോഴും ഓസി പറയാറുണ്ട്. കാർ വാങ്ങിയ ദിവസവും പെണ്ണ് കാണൽ ദിവസവും എല്ലാം അതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രഗ്നൻസി പൂജ നടക്കുമ്പോഴും ഈ വേനൽക്കാലത്ത് ഓസിക്ക് വേണ്ടി പെയ്ത മഴ പോലെയായിരുന്നു അത്. അതൊരു നല്ല സൈനായി ഫീൽ ആവുന്നെന്നാണ് പലരും നോട്ട് ചെയ്ത് പറഞ്ഞ കാര്യം. പിന്നീട് വന്ന കമന്റുകളിൽ പലതും കുഞ്ഞാണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്നത് സംബന്ധിച്ചാണ്. ചിലർ പറയുന്നു ആൺകുട്ടി തന്നെയാണെന്ന്. എന്നാൽ ലൈക്ക് കൂടുതൽ കിട്ടുന്നത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞവർക്കാണ്. ഓസി ഗർഭാവസ്ഥയിൽ അത്രയും സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ പെണ്ണായിരിക്കുമെന്നാണ് വിശദീകരണം. പ്രഗ്നൻസി പൂജാ ചടങ്ങിൽ മടിയർ സാരിയിൽ ഓസിയെ കണ്ടപ്പോൾ തനിക്ക് സന്തോഷം തോന്നിയതായി ഭർത്താവ് അശ്വിനും പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഓസി മടിയാർ സാരി ഉടുക്കുന്നത്. ആ ലുക്ക് ഓസിക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. ഓസി വളരെയധികം സുന്ദരിയായിരുന്നു എന്ന് സഹോദരി അഹാര കൃഷ്ണയും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓസിക്ക് ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ? കമന്റ് ആയി പറയുക. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.